പാകിസ്ഥാനിലെ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് പാകിസ്ഥാനും റഷ്യയും തമ്മിൽ വലിയ ബന്ധം വന്നിരിക്കുന്നു. നമുക്കറിയാമല്ലോ, ആ കൂടിക്കാഴ്ചയിലെ ദൃശ്യങ്ങളെല്ലാം പ്രചരിപ്പിച്ചാണ് പാക് മാധ്യമങ്ങൾ വലിയ രീതിയിൽ വാർത്ത നൽകുന്നത്. അതിനിടയ്ക്കാണ് പുതിയ വാർത്തകൾ പുറത്തു വരുന്നത്. ഇന്ത്യ കൂടുതൽ S-400 പ്രതിരോധ സംവിധാനം റഷ്യയിൽ നിന്നും വാങ്ങുന്നു എന്നാണ്. അതെ. അപ്പോൾ ഈ പഴയ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് തന്നെ അല്ലേ ഈ വെടിയടിച്ച് വാർത്ത നൽകുക എന്നത് തന്നെ ഇപ്പോഴും പാകിസ്ഥാൻ മാധ്യമങ്ങളുടെ പണി. അതെ, പാകിസ്ഥാൻ അവർക്ക് പിന്നെ എന്തും പറയാം. അതൊന്നും ആരും വകവയ്ക്കില്ല, വില കൊടുക്കില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ എന്തും വിളിച്ചു പറയാം. അതിനൊന്നും ആരും ഒരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ തിരിച്ചറിയേണ്ടത് റഷ്യയുമായിട്ട് നമ്മൾ വലിയ സഹകരണത്തിൽ തുടരുകയാണ്. അത് ഇന്നും ഇന്നലെ ഉണ്ടായതല്ല. പതിറ്റാണ്ടുകളായിട്ട് റഷ്യയും ഇന്ത്യയുമായിട്ടുള്ള ഒരു സൗഹൃദവും സ്നേഹവും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. പല നിർണായക ഘട്ടത്തിലും റഷ്യ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അത് 71-ലും അതിനു മുമ്പും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. USSR തകർന്നതിന് ശേഷം ഈ ശീതസമരം അവസാനിച്ചു, USSR തകർന്നു. അതിനുശേഷം റഷ്യ മാത്രമായിട്ട് ഒതുങ്ങി. രാജ്യങ്ങൾ പലതും USSR എന്ന് പറയുന്നതിൽ അംഗരാജ്യങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ ചെതറിപ്പോയി. പക്ഷേ റഷ്യ ഇപ്പോഴും റഷ്യയായിട്ട് നിൽക്കുന്നുണ്ട്. റഷ്യ ഒരു വലിയ സൈനിക ശക്തിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ശക്തി റഷ്യയാണ്. അങ്ങനെയുള്ള റഷ്യ ഇന്ത്യയുമായിട്ട് സൗഹൃദത്തിൽ പോകുന്നതാണ് അമേരിക്കയ്ക്ക് ഒരു വലിയ കല്ലുകടി. നമുക്കറിയാം, ഒളിഞ്ഞും തെളിഞ്ഞും പാകിസ്ഥാനെ ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ പല കുത്തിത്തിരിപ്പുകളും ഉണ്ടാക്കിയത് അമേരിക്കയാണ്. ചൈനയ്ക്കും ഈ അടുത്ത കാലത്തായിട്ട്, കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് ചൈനയ്ക്കും അതിൽ പങ്കുണ്ടായിരുന്നു. ഇതൊരു സത്യമാണ്. പാകിസ്ഥാന് ആയുധങ്ങൾ കൊടുക്കുക, ആവശ്യത്തിന് പണം കൊടുക്കുക, ഈ പറയുന്നത് പോലെ മറ്റ് സഹായങ്ങൾ, ഈ ചാരപ്രവർത്തനത്തിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ കൈമാറുക, അങ്ങനെ അത് മാത്രമല്ല ഇന്ത്യക്കെതിരെ പലതും പാകിസ്ഥാനെ ഉപയോഗിച്ച് ആസൂത്രണം ചെയ്യുക, ഇതൊക്കെ അമേരിക്കയും ചൈനയും കാലങ്ങളായിട്ട് ചെയ്തു വരുന്ന കാര്യമാണ്. അതിൽ ഏറ്റവും കൂടുതൽ കാലം അത് ചെയ്തത് അമേരിക്കയാണ്. അത് മറ്റാരുമല്ല പറഞ്ഞത്, പാകിസ്ഥാൻ്റെ തന്നെ വിദേശകാര്യ മന്ത്രിയാണ് ഇക്കാര്യം പറയുന്നത്. ഞങ്ങൾ പടിഞ്ഞാറിൻ്റെ വിഴുപ്പാണ് ഞങ്ങൾ ചുമന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാലിന്യം ഞങ്ങൾ എത്രയോ കാലമായിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും വൃത്തികെട്ട ജോലി വരെ ഞങ്ങൾ ചെയ്തിരിക്കുന്നു. അവരുടെ മാലിന്യം, അവരുടെ വിസർജ്യം ചുമക്കുകയാണ് ഞങ്ങൾ എന്നൊക്കെയാണ് പാകിസ്ഥാൻ്റെ വിദേശകാര്യ മന്ത്രി CNN നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. അവിടെ നിൽക്കട്ടെ, ഓപ്പറേഷൻ സിന്ദൂരിൽ ശേഷമുണ്ടായ ചില സംഭവ വികാസങ്ങളാണ് അതൊക്കെ. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂരിലെ താരമായിരുന്നത് ഈ S-400 എന്ന് പറയുന്ന സുദർശന ചക്ര എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ്. പിന്നെ മാധ്യമങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ അയൺ ഡോമിനെ കൊണ്ടാണ് അതിനെ കമ്പയർ ചെയ്തത്, താരതമ്യം ചെയ്തത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇസ്രായേലിൻ്റെ അയൺ ഡോമിനേക്കാൾ കൃത്യതയും എന്താ പറയുക, കറക്റ്റായിട്ട് ലക്ഷ്യത്തിൽ തന്നെ പ്രതിരോധിക്കാൻ ഏതൊരു ലക്ഷ്യത്തെയാണോ ഉന്നം വെച്ചത് അവിടെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അടിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ S-400 അഥവാ സുദർശന ചക്ര. അത് അയൺ ഡോമിനേക്കാൾ ഒരു പടി മുകളിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതും നമ്മൾ 5 S-400 കൂടെ നമ്മൾ ഓർഡർ കൊടുത്തു റഷ്യയ്ക്ക്. ഇപ്പോഴിതാ ഏറ്റവും പുതുതായിട്ട് വരുന്ന വിവരം, ഈ പറഞ്ഞ 5 എണ്ണം മാത്രമല്ല, എണ്ണം കൂടുതൽ എന്നാണ് റഷ്യയുടെ തന്നെ പ്രതിരോധ മേഖലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. റഷ്യയുടെ ഫെഡറൽ സർവീസ് ഫോർ മിലിറ്ററി ടെക്നിക്കൽ കോഓപ്പറേഷൻ മേധാവി ദിമിത്ര ഷുഗയേവ് ആണ് ഇതേക്കുറിച്ചുള്ള വിവരം പുറത്തുവിട്ടത്. 5 അല്ല, 5-ൽ കൂടുതൽ ഓർഡറുണ്ട്. ഇനി 50 എണ്ണം ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എണ്ണം കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. 5-ൽ കൂടുതൽ S-400 ഇന്ത്യ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ കൊടുക്കും എന്നാണ് അദ്ദേഹം ഈ വാർത്താ മാധ്യമങ്ങൾക്ക് നൽകിയ വിവരം. ഇപ്പോൾ ഈ 5 എണ്ണത്തിന് ഓർഡർ ചെയ്തു എന്ന് പറയുന്നതിൽ 3 യൂണിറ്റുകൾ ഇപ്പോൾ തന്നെ കൈമാറിക്കഴിഞ്ഞു. ഇനി 2 എണ്ണം കൂടെ അതിൽ കൈമാറാനുണ്ട്. അപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത് 5 അല്ല, കൂടുതൽ യൂണിറ്റുകൾ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ S-400 നമ്മൾ ഇത്രയും കൂടുതൽ വാങ്ങുന്നു എന്ന് ചോദിച്ചാൽ, നമുക്ക് ഇന്നിപ്പോൾ പാകിസ്ഥാനുമായിട്ട് മാത്രമല്ല നമ്മൾ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്.
ഇന്നിപ്പോൾ ബംഗ്ലാദേശ് മറ്റൊരു തലവേദനയായിരിക്കുകയാണ്. ചൈന ഇന്ന് നമ്മളുമായിട്ട് പതുക്കെ അടുത്ത് വരുന്നു. പക്ഷെ ചൈനയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ബംഗ്ലാദേശിനെ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ അട്ടിമറി നമ്മുടെ നാട്ടിൽ നടക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗവും പോലെയുള്ള ഏജൻസികളും കരുതുന്നു. അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം അതിശക്തവും നൂതനവുമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള വ്യോമ പ്രതിരോധ സംവിധാനം ഏർപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ ഈ S-400 കൂടുതൽ വാങ്ങുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ അവിടെ നിന്ന് എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്കിപ്പോൾ അറിയാം. അവരവിടെ നാളെ രാവിലെ നമുക്ക് ഒരു 4 മണിക്ക് ഇന്ത്യയിലെ ഇന്ന വ്യോമതാവളം തകർക്കണം എന്നവരവിടെ ചിന്തിച്ച് ആ ചിന്ത അവസാനിക്കുമ്പോൾ തന്നെ അവരുടെ ഒരു പ്രധാനപ്പെട്ട വ്യോമതാവളം ഇന്ത്യ തകർത്ത് കഴിഞ്ഞിരിക്കും. ആ കാഴ്ച നമ്മൾ ഓപ്പറേഷൻ സിന്ദൂരിൽ കണ്ടു. അർദ്ധരാത്രി, അതായത് പുലർച്ചെ 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് ഇന്ത്യയിലെ വ്യോമത്താവളങ്ങൾ ആക്രമിക്കാൻ അവർ പരിപാടി ഇട്ടപ്പോൾ അന്ന് രാത്രി അർദ്ധരാത്രിയോടുകൂടി ഏതാണ്ട് 11 മണിക്കും 12 മണിക്കും ഇടയ്ക്ക് അവരുടെ 1 അല്ല 12 വ്യോമത്താവളങ്ങളാണ് തകർത്തത്. അത് കൃത്യമായിട്ട് നമ്മൾ വിമാനങ്ങളൊന്നും അയച്ചില്ല. നമ്മൾ വളരെ കൃത്യമായിട്ട് ബ്രഹ്മോസ് എന്ന് പറയുന്ന ക്രൂയിസ് മിസൈൽ ഉപയോഗിച്ച് സൂപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച് ആ 12 വ്യോമത്താവളങ്ങളും തകർക്കുകയായിരുന്നു. ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ ഉടനെ തന്നെ 9 ഭീകരപരിശീലന കേന്ദ്രങ്ങൾ നമ്മൾ തകർത്തതിന് തിരിച്ചടിയായിട്ടാണ് പാകിസ്ഥാനിൽ നിന്ന് മിസൈലുകൾ അയച്ചു നോക്കി, ഡ്രോണുകൾ അയച്ചു നോക്കി, പോർ വിമാനങ്ങൾ അയച്ചു നോക്കി. ഇതിനെല്ലാം S-400 ഉപയോഗിച്ച് നമ്മൾ തകർത്തു. S-400 മാത്രമല്ല, മറ്റു പലതും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആകാശ് മിസൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആകാശ് മിസൈലുകളാണ് ഈ ഡ്രോണുകളെ തകർത്തത്. അതുപോലെ മറ്റു പല ആയുധങ്ങളും ഉണ്ട്. നമുക്ക് പ്രതിരോധ വകുപ്പിലെ പല കാര്യങ്ങളും നമുക്ക് തുറന്ന് ചർച്ച ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല പ്രതിരോധ വിഭാഗം എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുകയുമില്ല. വളരെ വെളിപ്പെടുത്തേണ്ട കാര്യങ്ങൾ മാത്രം, ഏറ്റവും കുറച്ച് വിവരങ്ങൾ മാത്രമേ അവർ വെളിപ്പെടുത്തുള്ളൂ. അവിടുത്തെ ആത്യന്തികമായ അവരുടെ ഒരു നിലപാടെന്ന് പറയുന്നത് നമ്മൾ വിജയിച്ചോ പരാജയപ്പെട്ടു, നമുക്ക് ഏതൊക്കെ വിമാനം നഷ്ടപ്പെട്ടു, എത്ര സൈനികർ കൊല്ലപ്പെട്ടു, എത്ര ഓഫീസേഴ്സ് മരിച്ചു, ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മൾ വിജയിച്ചോ പരാജയപ്പെട്ടോ, യുദ്ധത്തിൽ ഈ ചോദ്യത്തിനാണ് പ്രസക്തി. നിങ്ങൾ വിജയിച്ചോ പരാജയപ്പെട്ടോ. അതുകൊണ്ട് അതിനെ സംബന്ധിക്കുന്ന രഹസ്യങ്ങളൊന്നും പുറത്തു പറയാൻ പ്രതിരോധ വിഭാഗം തയ്യാറാവുകയുമില്ല. പിന്നെ നമുക്കിത് പലയിടത്തുനിന്നായിട്ട് ക്രോഡീകരിച്ച് കിട്ടിയ വിവരങ്ങൾ ഉപയോഗിച്ച് നമ്മൾ പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള പോക്കിന് S-400 പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ അത്യാവശ്യമാണ്. S-400 നമ്മൾ വെറുതെ വാങ്ങുകയല്ല ചെയ്യുന്നത്, വാങ്ങിയിട്ട് അതിനകത്ത് നമ്മുടേതായ പല ആൾട്ടറേഷൻസും ചെയ്യുന്നുണ്ട് എന്നാണ് അറിവ്. DRDOയും മറ്റും അത് വിശദമായി പഠിച്ച് അതിൽ ഒരു ഗവേഷണം നടത്തി അതിനെ കൂടുതൽ നവീകരിച്ച് നമ്മുടെ സാങ്കേതിക വിദ്യയും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് ഒക്കെ ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്നുള്ള വിവരങ്ങൾ പലതും പറയുന്നുണ്ട്. അങ്ങനെ അല്ല, ഈ റഷ്യയുടെ സാധനത്തിൽ സാങ്കേതിക വിദ്യ നമുക്ക് കൈമാറിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അതിനകത്ത് മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല എന്നുള്ള വാദവും പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ പല മാധ്യമങ്ങളും ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമേ നമുക്ക് ഈ ഒരു വിലയിരുത്തലിൽ പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഇന്ത്യ അതിൻ്റെ അതിർത്തികളെ അങ്ങേയറ്റം പഴുതടച്ച സുരക്ഷ നമ്മുടെ അതിർത്തികൾ ഒരുക്കുകയാണ്. അത് ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനും ബംഗ്ലാദേശും മാത്രമല്ല, ഒരു പരിധി വരെ ചൈനയെയും നമ്മൾ വിശ്വസിച്ചിട്ടില്ല. ചൈന സൗഹാർദ്ദത്തിന് വന്നിട്ടുണ്ട്, ചൈനയുമായിട്ട് നല്ല ബന്ധത്തിൽ പോകുന്നതൊക്കെ ശരിയാണ്. പക്ഷെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ചൈനയെ നമ്മൾ വിശ്വസിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് കൂടിയാണ് ഈ S-400 എണ്ണം കൂട്ടി വാങ്ങുന്നത്. വളരെ കൃത്യമായിട്ട് നമ്മുടെ അതിർത്തികളിൽ അത് വിന്യസിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാരും പ്രതിരോധ വകുപ്പും ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.